എല്ലാവർക്കും ഡോണ കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ബാച്ചിലർ സ്പെഷ്യൽ കപ്പ വേവിച്ചതാണ് കാണിക്കാൻ പോകുന്നത്. തേങ്ങ ചേർക്കാതെ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കപ്പ വേവിച്ചത് ഉണ്ടാക്കാം. അതിനായിട്ട് ഞാൻ 700 ഗ്രാം കപ്പയാണ് എടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒരു മീഡിയം സൈസ് രീതിയിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ ഇതിലേക്ക് വേണ്ടിയത് എരിവിനനുസരിച്ച് 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്, 1/2 ടീസ്പൂൺ ജീരകം, ആവശ്യത്തിനുള്ള കറിവേപ്പില, പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഉപ്പും വേണം. അപ്പം ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. കപ്പ ആദ്യം നമ്മൾ വേവിക്കാൻ പോവുകയാണ്. ഇതിന് ആവശ്യത്തിന് ഉള്ള വെള്ളം അനുസരിച്ച് കപ്പയെക്കാളും കുറച്ചും കൂടി കൂടുതൽ വെള്ളം വേണം. ആദ്യം നമുക്ക് കപ്പ വേവിക്കാം. കപ്പ വേവാനുള്ള ആവശ്യമുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. അടുപ്പത്ത് വെച്ച് കപ്പ വേവിക്കാൻ പോവാണ്. അപ്പം ആദ്യം ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തിള വന്നതിന് ശേഷം നമുക്കൊരു മീഡിയം തീയിലിടാം. ഓരോ കപ്പയ്ക്കും ഓരോ വേവ് പല വിധമാണ്. ചിലത് പെട്ടെന്ന് വേവും, ചിലത് ഇച്ചിരി താമസം എടുക്കും. അപ്പം നോക്കി വേണം നിങ്ങൾ കപ്പ വേവിക്കാൻ നോക്കണം. അതുകൊണ്ട് ആദ്യമായിട്ടാണ് കപ്പ വേവിക്കുന്നവരൊക്കെ ഒത്തിരി വെന്ത് പോകാതെ നോക്കണം. അപ്പം നമുക്കിത് അടച്ച് വെക്കാം. അതവിടെ നിന്ന് വേവട്ടെ. നമുക്ക് ആ സമയം കൊണ്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കാം. ഇപ്പം പച്ചമുളകും 1/2 ടീസ്പൂൺ ജീരകവും മിക്സിയിലെ ജാറിലിട്ടിട്ട് അരച്ചെടുത്തിട്ട് വരാം. അപ്പം ഇത് അരച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണം ഇതിനകത്ത് ഒരു വെളുത്തുള്ളി വേണേൽ ഇതിൻ്റെ കൂട്ടത്തിലിട്ട് അരച്ചെടുക്കാം. നമുക്ക് കപ്പ വെന്തോന്ന് നോക്കാം. ഉണ്ടോ, കപ്പ വെന്തിട്ടുണ്ട്. ഇനി ഞാൻ തീ ഓഫ് ചെയ്യുവാണ്. ഇനി ഇതിൻ്റെ അകത്തുനിന്ന് വെള്ളം കുറച്ച് ഊറ്റിക്കളയണം. ഇപ്പം കപ്പ ഞാൻ ഊറ്റിയിട്ടുണ്ട്, വെള്ളം ഊറ്റിയിട്ടുണ്ട്. വെള്ളം ഊറ്റുമ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, ദേഹത്ത് വീഴാതൊക്കെ ശ്രദ്ധിക്കണം. നല്ല ചൂട് വെള്ളമാണ്. ഇനി നമുക്ക് ഇതിലോട്ട് ഇപ്പം കപ്പയുടെ ഞാൻ ഫുൾ വെള്ളം ഊറ്റിയില്ല, ഒരു കുറച്ച് വെള്ളം ഒത്തിരി വെള്ളം കൂടി പോകല്ലേ. നമ്മൾ ഈ അരപ്പ് വേവാൻ മാത്രമായിട്ടുള്ള കുറച്ച് വെള്ളം ഞാൻ ഇതിലോട്ട് ഇട്ടിട്ടുണ്ട്. അത് ഇട്ട് കൊടുത്തില്ലേ നമ്മൾ പിന്നെ അരപ്പ് വേവിച്ച് കഴിയുമ്പോഴത്തേക്ക് അടിയിലൊക്കെ പിടിക്കും. ഇപ്പം നമ്മുടെ ഈ പച്ചമുളകും ഇതിലോട്ട് ചേർക്കുവാണ്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാം, വളരെ ടേസ്റ്റാണ്. നമ്മൾ തേങ്ങ ചേർക്കാതെ തന്നെ വളരെ നല്ല ടേസ്റ്റ് തന്നെയാണിത്. ഇനി ഇതിലോട്ട് ഞാൻ 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർക്കുവാണ്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുവാണ്. ഉപ്പൊക്കെ അവരുടെ ഇഷ്ടത്തിന് ചേർക്കുക. കറിവേപ്പില. ഇനി നമുക്കൊരു 2-3 മിനിറ്റ് അടച്ചു വെക്കണം. ഒരു മീഡിയം തീയിലിരുന്നാൽ മതി. അരപ്പ് വെന്തതിന് ശേഷം വളരെ സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. ബാച്ചിലേഴ്സ് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ മടി ഉള്ള സമയത്ത്, നമുക്ക് തേങ്ങ ഒക്കെ ചിരണ്ടാൻ മടിയുള്ള സമയത്തും ഇതുപോലെ നമുക്ക് കപ്പ വേവിച്ചത് ഉണ്ടാക്കാം. ഇനി ഞാൻ ഇപ്പം 2-3 മിനിറ്റായി തീ ഓഫ് ചെയ്യുവാണ്. നമുക്ക് ഇതിലോട്ട് മാറ്റിയിട്ട് നമ്മുടെ അരപ്പൊക്കെ വെന്തിട്ടുണ്ട്. ഇനി ഇത് ഇളക്കാൻ പോവാണ് ഞാൻ. ചെറു ചൂടോടുകൂടി തന്നെ കപ്പ ഇളക്കണം. ഇതെല്ലാം ആദ്യം ഒന്ന് ഉടച്ചു കൊടുക്കുക. ചില സ്ഥലങ്ങളിൽ ഇതിനകത്ത് കടുക് പൊട്ടിച്ച് കറിവേപ്പിലൊക്കെ ഇട്ട് താളിച്ച് വറ്റൽമുളകൊക്കെ ഇട്ട് താളിക്കാറുണ്ട്. അത് ഓരോ സൈഡിലും അങ്ങനെ ചില സ്ഥലങ്ങളിൽ അങ്ങനെ ചെയ്യാറുണ്ട്. അങ്ങനെ ഉള്ളവർ അങ്ങനെ ചെയ്ത്, അങ്ങനെ ഇഷ്ടമുള്ളവർ അങ്ങനെ ചെയ്യുക. ഞാനിപ്പോൾ അതൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ അതേ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. സൂപ്പർ. വളരെ നല്ല ടേസ്റ്റാണ്, സിമ്പിളാണ്, വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം. കപ്പ വേവിക്കേണ്ട ആ ഒരു സമയമേ ഉള്ളൂ. സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇതും നല്ല കുടംപുളി ഇട്ട് നല്ല മീൻകറിയുടെ ഉണ്ടെങ്കിൽ പറയാൻ വാക്കുകളില്ല ആ ഒരു ടേസ്റ്റിൻ്റെ പറ്റി. അപ്പം ഞാൻ എൻ്റെ വീഡിയോയിൽ, എൻ്റെ ഡോണ കിച്ചണിൽ ഞാൻ 2 മീൻകറി ഇട്ടിട്ടുണ്ട്, കുടംപുളി ഇട്ട്. അത് നിങ്ങളെല്ലാവരും കണ്ട് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം അതുപോലെ തന്നെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതുവരെ തന്ന എല്ലാ സപ്പോർട്ടിനും ഒരുപാട് നന്ദിയുണ്ട്. ഇനി ഒരു അടുത്ത റെസിപ്പിയായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.